പാർവതി അൺകോൺഷ്യസ് ആണല്ലോ. ഏത് ഡോക്ടറാ നോക്കിയത്? ഞാനാ നോക്കിയത്. ഞാനിവിടുത്തെ ഡ്യൂട്ടി ഡോക്ടറാ. ചീഫ് ഡോക്ടർ ഇപ്പൊ വരും. പാർവതിക്ക് എന്താ പറ്റിയത്? ചീഫ് ഡോക്ടർ വന്നിട്ട് എല്ലാം വിശദീകരിച്ച് പറഞ്ഞു തരും. ചീഫ് ഡോക്ടർ എന്താ വരാത്തത്? വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറയൂ. മാഡം ഒരു എമർജൻസി കേസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക. ലേറ്റ് ആയാലും എങ്ങനെയാ ശരിയാവുക? പ്രോപ്പർ ട്രീറ്റ്മെന്റ് കിട്ടാതെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായല്ലോ. മാഡം, പാർവതി ഇവിടുന്ന് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. കൈലാഷ് സാറിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഒരു 10 മിനിറ്റ് കൂടി നോക്കാം. എന്നിട്ടും ചീഫ് ഡോക്ടർ വന്നില്ലെങ്കിൽ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എന്റെ അഭിപ്രായം അത് തന്നെയാ. മേഡം എത്തി. എന്താ ഇവിടെ? ആരാ ഇവരൊക്കെ? നിങ്ങളാണ് ഇവിടുത്തെ ചീഫ് ഡോക്ടർ. ഒരു ഡോക്ടർ ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ട് പെരുമാറാൻ പാടുണ്ടോ? പാർവതി ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് കുറെ നേരമായി. ഇതുവരെ ട്രീറ്റ്മെന്റ് പോലും തുടങ്ങിയിട്ടില്ല. ട്രീറ്റ്മെന്റ് തുടങ്ങിയില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് 20 മിനിറ്റായി. ഇനി ഒരു 5 മിനിറ്റിനുള്ളിൽ പേഷ്യന്റ് കണ്ണു തുറക്കും. പാറു കണ്ണു തുറന്നു. പാറു മാഡം എഴുന്നേക്ക്. പാറു എന്താ ഉണ്ടായത്? സൈക്കിളിൽ വരുമ്പോ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. എനിക്ക് ചുറ്റുള്ളതൊക്കെ കറങ്ങുന്ന പോലെയാ തോന്നിയത്. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് പാറു? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ സൈക്കിൾ ഉപേക്ഷിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പാർവതി? ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇത് സംഭവിക്കായിരുന്നോ? എന്റെ സൈക്കിളിന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല ഞാൻ വീണത്. എന്റെ സുന്ദരി പാവ, അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഡോക്ടർ, പാർവതിക്ക് എന്താ ഇങ്ങനെ തലകറക്കം വരാൻ കാരണം? അത് ടെസ്റ്റ് ചെയ്താലേ പറയാൻ കഴിയൂ. ഇപ്പൊ തന്നെ ടെസ്റ്റ് ചെയ്യണം. കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് നടത്തണം. അതിനുവേണ്ടി കുറച്ച് ദിവസം പാർവതി ഇവിടെ കിടക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. അയ്യോ, ഇവിടെ കിടക്കാനോ? അയ്യോ, അതൊന്നും വേണ്ട. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. എനിക്ക് ഹോസ്റ്റലിൽ പോണം. അൺകോൺഷ്യസ് ആയി വീണതിന് എന്തേലും ഒരു കാരണം ഉണ്ടാവും പാർവതി. അത് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കണം. കൈലാഷ് സാർ, എന്നെ ഒരു രോഗിയാക്കല്ലേ. എനിക്കിപ്പോ ഒരു സൂക്കേടും ഇല്ല. കൈലാഷ് സാർ പറയുന്നത് അനുസരിക്ക് പാറു. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാലോ? ഡോക്ടർ, എല്ലാ ചെക്കപ്പും ചെയ്യണം. വേണ്ട പ്രിയൻ ചേട്ടാ, അടിക്കടി ഉണ്ടാവുന്ന ഓരോരോ പ്രശ്നങ്ങൾ കാരണം ഞാൻ മാനസികമായിട്ട് തളർന്നിരിക്കുക. ഹോസ്പിറ്റലിൽ തന്നെ കിടക്കേണ്ടി വന്നാ ഞാൻ ശരിക്കും രോഗിയായിട്ട് മാറും. ഹോസ്റ്റൽ റൂമിൽ പോയി കുറച്ചു നേരം കിടന്നാ എന്റെ എല്ലാ അസുഖവും മാറും. പാറുവിനെ നിർബന്ധിക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. ഇനിയും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാ അപ്പം നോക്കാം. ഡോക്ടർ, ഞങ്ങൾ ഇവളെ കൊണ്ടുപോവാ. ബില്ലൊന്ന് റെഡിയാക്കി തരാൻ പറയോ? ബില്ല് അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുണ്ട്. വേറെ ബില്ലൊന്നുമില്ല. ബില്ല് അഡ്വാൻസ് ആയി അടച്ചെന്നോ? ആര്? പേഷ്യന്റ് ഇവിടെ എത്തിച്ച ആള്. അയാളെ വിളിച്ച് പറയുമ്പോഴാ പാർവതി ഹോസ്പിറ്റലിലാണെന്ന കാര്യം ഞാൻ അറിയുന്നത്. പക്ഷേ ക്യാഷ് അടച്ചതൊന്നും അയാൾ പറഞ്ഞില്ലല്ലോ. അയാൾ എവിടെയാ? അയാളോടൊരു നന്ദി പറയണം ഡോക്ടർ. അയാളുടെ പേരും ഫോൺ നമ്പറൊക്കെ ഇവിടെ തന്നിട്ടുണ്ടാവില്ലേ? റിസപ്ഷനിൽ ചോദിച്ചു നോക്കാം. അയാൾ എന്നെ വിളിച്ചേ. നമ്പർ എന്റെ കയ്യിലുണ്ട്. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫാ. അയാൾക്ക് ചിലപ്പോ ഒരനിയത്തി ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്നെ ഇവിടെ എത്തിക്കാനും പൈസ അടയ്ക്കാനും ഒക്കെ അയാൾക്ക് തോന്നിയത്. എന്നേലും കാണുകയാണെങ്കിൽ ഞാൻ അയാളെ ചേട്ടാന്നായിരിക്കും വിളിക്കുക. പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തോളൂ. ശരി മാഡം. നമുക്ക് പോവാം.
വാ. പതുക്കെ. മാഡം, അവള് ഗർഭിണിയാണെന്ന് കൂടെയുള്ള പെൺകുട്ടികളോട് പറഞ്ഞാലോ? പോയി പറയ്. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിക്കൂട്ട്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വാ ഇങ്ങോട്ട്.